മഹാഭാരതത്തിലെ ഏറ്റവും ദുഷ്ടനായ കഥാപാത്രം ആരായിരുന്നു? വായനക്കാർക്ക് അറിയാവുന്നതുപോലെ വ്യാസൻ എഴുതിയ ഏറ്റവും ശ്രേഷ്ഠമായ കൃതിയാണ് മഹാഭാരതം. മനുഷ്യരാശിയുടെ എക്കാലത്തെയും മികച്ച കൃതി. വ്യക്തമായ ദുഷ്ട കഥാപാത്രങ്ങളെ കാണിച്ചിട്ടില്ലെങ്കിലും അവരെ വ്യക്തമായ വില്ലന്മാരായോ നായകന്മാരായോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അജ്ഞതയ്ക്കും ക്ഷമിക്കാനാവാത്ത തിരഞ്ഞെടുപ്പുകൾക്കും വേണ്ടി വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം സജീവമായി ഗൂഢാലോചന നടത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിശബ്ദ അംഗീകാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പാപം. തൻ്റെ വിശ്വസ്ത മന്ത്രി പാണ്ഡവരെ കൊല്ലാൻ നിർദ്ദേശിച്ചപ്പോൾ ആ ഭ്രാന്തിനെ എതിർക്കുന്നതിന് പകരം അദ്ദേഹം പൊതുജനങ്ങളുടെ പ്രതിഷേധത്തെക്കുറിച്ച് മാത്രമാണ് ആശങ്കാകുലനായത്. ലാക്ഷാഗ്രഹത്തിൽ പാണ്ഡവരെ ജീവനോടെ ചുട്ടരിക്കാനുള്ള തൻ്റെ പദ്ധതി ദുര്യോധനൻ വെളിപ്പെടുത്തുമ്പോൾ ആ ഹീനകൃത്യത്തെക്കുറിച്ച് അദ്ദേഹം ആശങ്കാകുലനായില്ല. മറിച്ച് ഭീഷ്മരുടെയും വിതുരരുടെയും പ്രതികരണത്തെ ഭയപ്പെട്ടു. അദ്ദേഹം ഹസ്തിനാപുരിയിലെ രാജാവായിരുന്നു, അന്ധനായ രാജാവ്. യുദ്ധത്തിന്റെ 17-ാം ദിവസം പോലും ധൃതരാഷ്ട്രരുടെ കാപട്യം പ്രകടമായിരുന്നു. കർണന്റെ മരണശേഷം കർണന്റെ വീമ്പിളക്കലിനെ അദ്ദേഹം ശകാരിച്ചു. അതെ, ദുര്യോധനന് വേണ്ടി എല്ലാം ത്യജിച്ച അതേ കർണൻ.